മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സൂര്യ കൃഷ്ണമൂർത്തിജി നടത്തുന്ന സൂര്യ മേള, ദാസേട്ടൻ ഉൾപ്പെടെ, ഗാനഗന്ധർവൻ യേശുദാസ് ഉൾപ്പെടെ പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞന്മാരും നൃത്യമണ്ഡലത്തിൽ പ്രശോഭിക്കുന്ന വ്യക്തികളുമെല്ലാം പങ്കെടുക്കുന്ന 111 ദിവസം നീണ്ടു നിൽക്കുന്ന സൂര്യ കലാമേള, അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന രാമായണ മേളയുണ്ട്. അതിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. ഇന്നലെയും ഇന്നും അതിൽ രാമായണത്തെക്കുറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമാം വിധത്തിൽ വിവരിച്ചു കൊടുക്കുന്ന ക്ലാസ്സും പതിവുണ്ട്. ഇന്നലെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ കുറേ അധികം വ്യക്തികൾ, മുൻ പരിചയക്കാരും പുതിയതായിട്ട് പരിചയപ്പെട്ടവരും സമൂഹത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന വ്യക്തികളുമെല്ലാം ഈ ക്ലാസ് കേൾക്കാൻ വന്നിരുന്നു. അതിലെ 3-4-5 വ്യക്തികളുമായിട്ട് ക്ലാസ് കഴിഞ്ഞ് കുറേ നേരം സംസാരിക്കുകയുണ്ടായി. ഇതിലൊരു പ്രഗത്ഭനായിട്ടുള്ള ISRO ശാസ്ത്രജ്ഞൻ പറഞ്ഞത്, രാമായണത്തിലെ ഓരോ സംഭവത്തെക്കുറിച്ചും സാറ് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ എൻ്റെ സ്ഥാപനത്തിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ പരിചയത്തിലും ഞാൻ കേട്ടതും കണ്ടതുമായ കാര്യങ്ങളിലും സംഭവിച്ചതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എത്ര വ്യക്തമായ രീതിയിൽ രാമായണത്തിലൂടെ പറയുന്നു, രാമായണത്തിൽ പറയുന്നത് എത്ര വ്യക്തമായ രീതിയിൽ നമ്മൾക്ക് കേൾക്കാനും കാണാനും അനുഭവിക്കാനും സാധിക്കുന്നു. വേറൊരാൾ പറഞ്ഞു, ഇന്ന വ്യക്തി, ഇത്രയും പ്രശസ്തനും ഉയർന്നവനുമായ വ്യക്തി രാമായണത്തിലെ ഈ ഭാഗം ഒന്ന് കേട്ടിരുന്നെങ്കിൽ, വായിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ അബദ്ധം പറ്റുമായിരുന്നില്ല. വേറെ ചിലർ പറഞ്ഞു, തത്വശാസ്ത്രത്തില് എൻ്റെ ജീവിതം മുഴുവനും ഇന്ന് സാറ് പറഞ്ഞ രാമായണത്തിൻ്റെ അനുഭവങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു വ്യത്യാസവും ഇല്ല, അത് തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നത്, അനുഭവിക്കേണ്ട ഗതികേട് വന്നത്. സാധാരണ പ്രഭാഷണം കഴിഞ്ഞിറങ്ങുമ്പോൾ പലരും ക്ഷയിക്കാൻ്റെ തന്ന് നന്നായിരുന്നു സാറേ, വളരെ പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞ് പോകുന്നതിന് പകരം ഇന്നലെ സൂര്യ രാമായണ മേളയിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം, ഒരു വ്യക്തിയുടെ അല്ല. എൻ്റെ പ്രഭാഷണത്തിന് മുമ്പും പിൻപും സാധാരണഗതിയിൽ കലാമേളകളും നമ്മുടെ പൈതൃകമായിട്ടുള്ള കലകളുടെ അവതരണങ്ങളും ബ്രഹ്മകുമാരീസിന്റെ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അതുണ്ടായില്ല. അതുകൊണ്ട് പ്രഭാഷണത്തിന് മുമ്പും പ്രഭാഷണത്തിന് ശേഷവും പങ്കെടുത്ത വ്യക്തികളും ശ്രോതാക്കളുമായിട്ടുള്ളവർക്ക് കുറെ സംസാരിക്കാൻ സമയം കിട്ടി. അവരെല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ജീവിതവുമായിട്ട് രാമായണത്തിലെ അനുഭവങ്ങൾ താരതമ്യം ചെയ്തു. അവരുടെ ബന്ധുക്കളുടെയും അവരുടെ ഓഫീസിലുള്ളവർക്ക് ചിലർക്ക് പറ്റിയ സംഭവങ്ങളും എല്ലാം അവർ കമ്പയർ ചെയ്യാണ് യഥാർത്ഥത്തിൽ രാമായണവുമായിട്ട്. 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ത്രേതായുഗത്തിൽ എഴുതിയ രാമായണം, അല്ലെങ്കിൽ ദ്വാപരയുഗത്തിൽ എഴുതിയ മഹാഭാരതം, അല്ലെങ്കിൽ ഭഗവത്ഗീത, ഇന്നലെ ഉച്ചയ്ക്ക് രാവിലെ ഒരു 9 മുതൽക്ക് ഉച്ചയ്ക്ക് 2 മണി വരെ ജനം ടിവിക്ക് ആവശ്യമായിട്ടുള്ള ഭഗവത്ഗീത പദാനുപദം ആധുനിക ലോകത്തിലെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വിവരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജനം ടിവിയിലെ പ്രശാന്ത് അദ്ദേഹത്തിനോട് യാത്ര പറഞ്ഞ അദ്ദേഹമാണ് ക്യാമറ പ്രവർത്തിപ്പിക്കുന്ന ആള്. എഴുന്നേറ്റ് പുറത്തേക്ക് വരലും ഒരല്പം
തലചുറ്റൽ മാതിരി അനുഭവപ്പെട്ടു. ഒരു വളരെ സീരിയസ് ആയി ഈ അമൃത ടിവിയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്ന ശ്രീമതി മോചിതയും ഈ ഫോട്ടോഗ്രാഫറും ക്യാമറാമാനും എല്ലാവരും ചോദിച്ചു, സാറ് പറയുന്നത് കേൾക്കാൻ ലക്ഷക്കണക്കിന് വ്യക്തികൾ കാത്തു നിൽക്കുന്നുണ്ട്, സാറിന് ഒരിക്കലും ഒന്നും സംഭവിക്കരുത്, ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ പോകാം എന്നവർ പറഞ്ഞപ്പോ കേൾക്കുന്നവന്റെയും കേൾപ്പിക്കുന്നവന്റെയും മനസ്സുകളിലെല്ലാം ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയല്ല, ജനം ടിവിയിലെ ഭഗവത്ഗീത, സൂര്യ കൃഷ്ണമൂർത്തിജി നടത്തുന്ന സൂര്യ രാമായണമേളയിലെ രാമായണം, പ്രഭാഷണ വേദികളില് നമ്മൾ പറയുന്ന ഭാഗവതം, അല്ലെങ്കിൽ പൈതൃകത്തിൻ്റെതായിട്ടുള്ള വ്യത്യസ്ത അറിവുകള്, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. അത് അവരുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുന്നു. ഏതോ ഒരു പുതിയ വെളിച്ചം അവരുടെ പ്രശ്നങ്ങൾക്കും ദുഃഖങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും തടസ്സങ്ങൾക്കും കാരണം എന്താണെന്നും അത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണെന്നും, അല്ലെങ്കിൽ ഉറച്ച മനസ്സോടുകൂടി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീക്ഷണത്തോടുകൂടി അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നും പറഞ്ഞു കൊടുക്കാൻ ആധുനികമായിട്ടുള്ള എക്സാമ്പിളുകൾ ഒന്നും ഇല്ലാതിരിക്കെ എല്ലാവർക്കും പോകേണ്ടത് പഴമയിലേക്കാണ്. അത് കലിയുഗം തുടങ്ങി 5118 വർഷം കഴിഞ്ഞ് ആ കലിയുഗത്തിലെ ആദ്യകാലത്തിലെ അനുഭവങ്ങളാണെങ്കിലും, കലിയുഗം എന്ന് പറയേണ്ട കാര്യമില്ല, വർഷം പറഞ്ഞാലും മതി, അല്ലെങ്കിൽ കഴിഞ്ഞ യുഗം ദ്വാപരയുഗത്തിലെ അനുഭവങ്ങളായാലും, അല്ലെങ്കിൽ യുഗങ്ങൾക്കപ്പുറത്തുള്ള ത്രേതായുഗത്തിലെ അനുഭവങ്ങളായാലും ശരി, എല്ലാവർക്കും വേണ്ടത് എന്റെ ദുഃഖത്തിന് കാരണം എന്താണെന്ന് അറിയാനുള്ള ഒരു അവസരം. എനിക്ക് ദുഃഖം സംഭവിച്ചതും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അത് എവിടെയോ എനിക്ക് തെറ്റുപറ്റിയത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം. അത് എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ എടുത്തുകൊണ്ട് എന്റെ അനുഭവങ്ങളെ ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആശ്വാസം, ഇനിയും ഇതുപോലെ തിന്മകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരാതിരിക്കാൻ ഞാൻ അനുവർത്തിക്കേണ്ടത് എന്താണെന്നുള്ളതിനെ തിരിച്ചറിയാൻ മറ്റുള്ളവരുടെ ജീവിതത്തില് കമ്പാരറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന പാഠങ്ങളെ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല എന്റെ തെറ്റുകൾ അറിയിക്കുന്നത്, മറിച്ച് മറ്റുള്ളവർക്ക് സംഭവിച്ച തെറ്റുകൾ എന്നെ അറിയിക്കുമ്പോൾ ഞാൻ ആ തെറ്റുകളിൽ പങ്കെടുത്തവനാണോ, ആ തെറ്റുകളെ പോലെയുള്ള തെറ്റുകളും കുഴപ്പങ്ങൾക്കും സ്വയം എടുത്ത് ചാടിയവനാണോ എന്നറിയാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നു. അപ്പൊ ശരിക്ക് കാര്യാഭാവേ കാരണാഭാവ, കാരണാഭാവേ കാര്യാഭാവ, ഈ ലക്ഷ്മണോപദേശത്തിലെ ഏത് കാര്യത്തിന്റെയും പുറകിൽ ഒരു കാരണമുണ്ട്. ആ കാരണത്തിൽ 90% നമ്മൾ തന്നെയായിരിക്കും. നമ്മൾ അംഗീകരിച്ചു എന്ന് വരില്ല. അപ്പൊ നമ്മളിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത് എന്ന് തിരിച്ചറിയാൻ വേറെ വ്യക്തികളുടെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ അത് ഫാർ പാസ്റ്റിലുള്ളവരുടെയോ നിയർ പാസ്റ്റിലുള്ളവരുടെയോ പ്രസന്റിലുള്ളവരുടെയോ എക്സാമ്പിളുകൾ പറയുമ്പോൾ ശരിക്ക് എല്ലാം നമ്മളുടെ മുമ്പിൽ ഇപ്പൊ കാണുന്ന ജയലളിതയുടെ മരണവും, പാതിരാത്രിക്ക് 1 മണിക്ക് പനീർശെൽവം മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ഗവർണറുടെ രാജ്ഭവനില് മിനിഞ്ഞാന്ന് ചെയ്തതും, അല്ലെങ്കിൽ 500 1000ന്റെയും നോട്ടുകള് മൂല്യമില്ലാതെയായതും, 2 ലക്ഷം കോടി രൂപ ഒരാള് കള്ളപ്പണം ഡിക്ലെയർ ചെയ്തതും, എത്രയോ വ്യക്തികള് പല കാരണത്താൽ മരിക്കുന്നതും, ഓരോരുത്തരും കുമിച്ചു കൂട്ടിയ സ്വത്ത് ഒരു സുപ്രഭാതത്തിൽ പോകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നതും, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന എല്ലാം, കേൾക്കുന്ന എല്ലാം, അതിപ്പോ നടക്കുന്നതായാലും പാസ്റ്റിൽ നടന്നതായാലും ഫാർ പാസ്റ്റിൽ നടന്നതായാലും, ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മളുടെ പ്രശ്നത്തിന് കുറച്ചൊക്കെ പരിഹാരം കിട്ടുന്നു.
അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങളുടെ കാരണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നു. അതല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ളതുപോലെ ഇനി വരാതിരിക്കാനും ഇപ്പോൾ ഉള്ളതുപോലെ വന്നാൽ തന്നെ ഇത്രയും കാഠിന്യം ഇല്ലാതിരിക്കാൻ എടുക്കേണ്ട പ്രിക്കോഷനുമെല്ലാം നമുക്ക് ലഭിക്കാൻ ഇന്ന് ലഭ്യമായിട്ടുള്ളത് പാസ്റ്റിലും ഫാർ പാസ്റ്റിലുമുള്ള എക്സാമ്പിളാണ്. ഇപ്പൊ ശരിക്കും ജീവിതത്തിൽ ഏറ്റവും അധികം കുറച്ച് സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ദശാബ്ദങ്ങളോളം ജീവിച്ച് ശരി തെറ്റുകൾ കണ്ടുപിടിച്ച് അതിൽ നിന്ന് ശരിയെടുത്ത് ജീവിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിനേക്കാൾ എളുപ്പവും കുറെ കൂടി സ്ട്രെയിറ്റ് ഫോർവേഡുമായിട്ടുള്ളത് ജീവിതകാലം മുഴുവനും അനുഭവിച്ചവരുടെ അനുഭവങ്ങൾ 1 മണിക്കൂർ കൊണ്ട് കേട്ട് അല്ലെങ്കിൽ സിനിമയിലൂടെ കണ്ട് അതിൽ നിന്ന് പാഠം പഠിച്ച് അവർക്ക് സംഭവിച്ചത് എനിക്ക് സംഭവിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ച നന്മകളെ എനിക്കും സംഭവിക്കാൻ അനുഭവിക്കാൻ ഉള്ള വഴി നമുക്ക് നമ്മുടെ കൺമുമ്പിലും ചെവിയുടെ മുമ്പിലും വരുന്നു, ലഭിക്കുന്നു. അതിനാണ് നമ്മൾ പൂർവികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുന്നത്. ആധുനികമെങ്കിൽ ആധുനികമായിട്ടുള്ളത്. ഏത് ഗ്രന്ഥമോ ഏത് സിനിമയോ എന്നല്ല, ഏതായാലും അതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു? ആ ലഭിക്കുന്നത് എടുക്കാൻ വരുന്ന വ്യക്തികൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് കുറെയെല്ലാം പരിഹാരം കാണുമെങ്കിൽ അത് സംഘടിപ്പിക്കുന്ന കർമ്മയോഗികളും അതിൽ ക്ലാസ് എടുക്കുന്ന ജ്ഞാനയോഗികളോ ജ്ഞാനികളോ അത് ഉപയോഗിക്കുന്ന ഫോളോവേഴ്സോ ഭക്തരോ എല്ലാവർക്കും ഇന്ന് താല്പര്യമുണ്ട് ഇന്നലത്തേക്കാൾ ബെറ്ററായിട്ട് ഇന്ന് ജീവിക്കണം. ഇന്നലെ അനുഭവിച്ച വേദന പോലെ ഇന്ന് അനുഭവിക്കാതിരിക്കണം. ഇന്നലെ നമ്മൾ ചെയ്തതിൽ പ്രയോഗിച്ചതിലുള്ള തെറ്റുകൾ ഇന്ന് വരാതിരിക്കണം. ഇതിനൊക്കെ ഒരു മാർഗമേ ഉള്ളൂ. പ്രശ്നങ്ങളും കുഴപ്പങ്ങളും തടസ്സങ്ങളും വേദനകളും തെറ്റുകളും എന്താണെന്ന്, അത് ആർക്ക് സംഭവിക്കുന്നു എന്നും ആർക്ക് വേണമെങ്കിലും എപ്പോഴും സംഭവിക്കാമെന്നും തിരിച്ചറിയാൻ സാധിക്കുന്ന വിധത്തിലുള്ള വിവരണങ്ങൾ നമുക്ക് കൊടുക്കാനും നമ്മളുടെ പൈതൃകത്തിലുള്ളത് എടുക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതിന് തെളിവാണ് യഥാർത്ഥത്തിൽ ഇന്നലെ രാമായണത്തെക്കുറിച്ച് ക്ലാസ് കൊടുത്തത് കേട്ട വ്യക്തികളിൽ ഉണ്ടായ പ്രതികരണം. അങ്ങനെ കൂടി ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.